ശാലിനി, വീണ്ടും വൈദ്യപരിശോധന അല്പസമയം മുമ്പ് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വൈദ്യപരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. പുജപ്പുര സബ് ജയിലിലേക്കാണ് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോവുക, അല്ലേ? തീർച്ചയായും KP, ഇപ്പോൾ രാഹുൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയാണ്. ഒരു AI ജനറേറ്റഡ് പിക്ചർ ആണ് ഇട്ടിരിക്കുന്നത്. അത് ഈ പെൺകുട്ടിയുടെ ചിത്രമാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേക ചാനലുകൾ ഉണ്ടെങ്കിൽ വ്യക്തമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘനം, വിധികളുടെ വ്യക്തമായ ലംഘനമാണ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും. അതൊരു മെൻസ് കമ്മീഷന് വേണം. ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആണുങ്ങളെ അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിലിടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. 100% കള്ളമാണ്. വേറെ ഒന്നും വേണ്ട. കള്ളമാണെന്ന് പറയുമ്പോൾ പാഴൂർ പടി വരെ ഒന്നും പോകണ്ട. വെറുതെ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടോ നോക്കിയാൽ ഇല്ല, ആ വീഡിയോകൾ കണ്ടാൽ മതി. ഇല്ല, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കോടതിയിൽ വിധി മേടിച്ചാണ്. 2, പോലീസ് പറഞ്ഞിരിക്കുന്ന എനിക്ക് നോട്ടീസ് തന്നതാണ്. അങ്ങനെ ഒരു നോട്ടീസ് തന്നിട്ടേ ഇല്ല. ചുമ്മാ പറയുകയാണ്. അതായത് അങ്ങനെ കള്ളം പറഞ്ഞ് എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും? അവിടെ പോലീസിന് വേണ്ടി അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം, ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു, കൂടെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാക്കേ പറഞ്ഞിട്ടില്ല. ചുമ്മാ പറയാണ്. ഞാനത് സൗണ്ട് റേസ് ചെയ്ത് പറഞ്ഞായിട്ട് പറയാണ്. ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല, എന്റെ ധാരണയെന്ന് ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാനുള്ള മനസ്സിലില്ല? അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല? ഒരു ഗവൺമെന്റ് അങ്ങനെ ഔദ്യോഗികമായിട്ട് കള്ളം പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണുള്ളത്? എന്ത് തെറ്റിയത്? ഞാൻ ആ ചിത്രം ഇട്ടിട്ടുണ്ടോ? കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കോടതി എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു? ഒന്നെനിക്ക് നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞു. പച്ചക്കള്ളമാണ്. നോട്ടീസ് നൽകിയിട്ടില്ല. ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ഈ പെൺകുട്ടി കൂടെ കിടന്നു തുടങ്ങിയ കാര്യങ്ങളെ പറഞ്ഞു. അങ്ങനെ കാര്യമേ സംഭവിച്ചിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞേ ജയിച്ചിട്ട് എന്ത് അർത്ഥമാണെന്ന് അവിടെയാണ്. അങ്ങനെ കള്ളം പറയണത്. ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനി വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അനുകൂലമായ സമീപനം ഉണ്ടാകും. അത് ചെയ്യരുത്. അത്ര അനീതിയും അസത്യമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ ചോദിക്കണം. ഇത് ബ്ലേറ്റന്റ് വയലേഷൻ അല്ലേ? 7 വർഷത്തിന് താഴെയുള്ള അല്ലെങ്കിൽ 7 വർഷത്തിന് താഴെ തടവ് ലഭിക്കാനുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷൻ ജാമ്യം പോലും ലഭിക്കേണ്ടതല്ലേ? അതല്ലേ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ? എന്തുകൊണ്ടാണ് കിട്ടാത്തത്? മറ്റൊരു കാര്യം, അതായത് നേരത്തെ പറയുകയുണ്ടായി താങ്കൾ പെൺകുട്ടിയുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും 100% കള്ളം പറയുവാണ്. അതായത് അവിടെ പറഞ്ഞത് ചിത്രങ്ങൾ വെച്ചു. ആ പെൺകുട്ടിയുടെ അല്ലേ AI ചിത്രമാണ്. ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞ ഒരാളെ കൊടുക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഒരു ദണ്ണം വേണ്ടി. അബ്സല്യൂട്ട് കള്ളങ്ങളാണ്. ഈ കോടതി ഉത്തരവിൽ പറയുന്നത് രാഹുൽ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാകില്ല. നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. പ്രതി സമാന കുറ്റം ആവർത്തിക്കും എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഉത്തരവല്ല, പോലീസുകാർ പറഞ്ഞു കൊടുത്ത വരിയെടുത്ത് പറയുന്നതാണ്. പോലീസുകാർ ആർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കുറ്റമാണ് ചെയ്തത്? ആ ചിത്രങ്ങളുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഇട്ടോ. അത് വേറൊരാളാണ്, രഞ്ജിത പുളിക്കലോ എന്ത് പറഞ്ഞിട്ടായിട്ട് ഞാൻ ഇട്ടിട്ട് പോലുമില്ല. എന്തൊരു കള്ളമാണ് കാണിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. പോലീസ് പടച്ചുവിട്ട കള്ളങ്ങളാണെന്നാണ് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത്. എന്നാൽ ഇതൊക്കെയും രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത് കള്ളമാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിനറിയാം. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കം ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. അവിടെ അതിജീവനയുടെ ചിത്രങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിനെയും മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. ശാലിനി, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ? തീർച്ചയായും KP, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഓണറായി കണ്ടതാണ്. അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഈ മനുഷ്യാവകാശ ലംഘനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരം, അതായത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലായിരിക്കും. ഒപ്പം തന്നെ ജയിലിൽ നിരാഹാരമേക്കും. തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടികൾ അത് വ്യാജമാണ് എന്നുള്ളതാണ്. കോടതിയെ അടക്കം പ്രോസിക്യൂഷൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താൻ പെൺകുട്ടിയുടെ പേര് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. താൻ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടു